ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ എനിക്കിപ്പോൾ ഒരു പേടിയാണ് തോന്നുന്നത് കാണുമ്പോൾ. എന്താ വെച്ചാൽ ഈ ഒരൊറ്റ പടത്തിനും വേണ്ടിയിട്ടാണോ ഇതിനെ കൊണ്ടുവരണമെന്നുള്ളൊരു പേടി. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ LCUവിലെ പുതിയ കഥാപാത്രത്തിൻ്റെ ഇൻട്രോ, അതായത് ബെൻസ് പറഞ്ഞ രാഘവ ലോറൻസ് നായകനായി അഭിനയിക്കുന്ന ഭാഗ്യരാജ് കണ്ണൻ ഡയറക്റ്റ് ചെയ്യണ ലോകേഷ് കനകരാജിൻ്റെ സ്റ്റോറിയിൽ വരുന്ന സിനിമ LCUവിലെ പുതിയ പടം. അതിൽ നിവിൻ പോളിയാണ് ഇപ്പോൾ വില്ലൻ ക്യാരക്ടറായിട്ട് ഇറക്കിക്കുന്നത്. വാൾട്ടർ എന്നാണ് കഥാപാത്രത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ മാഡി എന്നാവും പേരെന്ന് വിചാരിച്ചു, പക്ഷേ മാഡി എന്നല്ല, സോറി ബാഡി എന്നല്ല. അപ്പോൾ മാറ്റിയിട്ട് വാൾട്ടർ എന്നാണ് വന്നിരിക്കുന്നത്. എന്തായാലും ക്യാരക്ടർ ലുക്കും ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഒരു സൈക്കിക് ലുക്കിൽ നല്ല ബ്രൂട്ടലായിട്ട് തന്നെ ഇൻട്രോ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു റോളക്സ് ലെവലിലൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ പടം എന്താവും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ തന്നെ തുടങ്ങിയുള്ള ആൾക്കാർ കമ്പയർ ചെയ്യാം റോളക്സിനേക്കാൾ മേലെയാണെന്നൊക്കെ. അതെങ്ങനെയായാലും വേണ്ടില്ല, ക്യാരക്ടർ അടിപൊളിയാവും വേണം. അത് മാത്രമല്ല, ഇതിന് ശേഷം വരുന്ന സിനിമകളിൽ ഈ ഒരു കഥാപാത്രം ഉണ്ടാവുമോ, ഫ്യൂച്ചർ LCUവിലൊരു കഥാപാത്രമായിട്ട് വരുമോ, അതൊന്നും അറിയാൻ പറ്റുന്നില്ല. പടം ഇറങ്ങിയാൽ തന്നെയല്ലേ അറിയുള്ളൂ. എന്തായാലും ഈ ക്യാരക്ടർ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ആറ്റിറ്റ്യൂഡ് ഡബിൾ ആക്ഷനാണ് തോന്നുന്നുണ്ട്, രണ്ട് ലുക്കിലൊക്കെ കാണിച്ചിരിക്കുന്നത്. അതിനിപ്പോൾ മൂപ്പരെ തോന്നലായിട്ട് മൂപ്പരെന്നെ മൈൻഡിൽ വരുന്ന ഒരു കഥാപാത്രമാണോ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആൾട്ടർ ഈഗോ എന്നൊക്കെ പറയണ പോലെ. എന്തായാലും രാഘവ ലോറൻസ് പറഞ്ഞ ഒരു കിടിലൻ പെർഫോമറാണ്. നല്ല സ്ക്രിപ്റ്റും നല്ല പടമാണെങ്കിൽ മൂപ്പരാൾ കയറി സ്കോർ ചെയ്യും. കൂടെ കട്ടക്കിക്കാൻ നിവിൻ പോളിക്ക് പറ്റുന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. LCUവിലൊക്കെ ഭാവിയിൽ ഫഹദ് ഫാസിലിൻ്റെ കൂടെ ഒരു അടുത്ത മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ പറഞ്ഞ് നമ്മൾ നിവിൻ പോളിയും കൂടി വന്ന തമിഴിൽ വേറെ ലെവലായിരിക്കും. എന്തായാലും കണ്ടൊക്കെ എന്താവും എന്നുള്ളത് കണ്ടറിയാലോ. കാണാനുള്ള പൂരത്തിനെ പറ്റി ഓവർ പറയേണ്ട ആവശ്യമില്ല. അത് കണ്ടപ്പോൾ അത്യാവശ്യം ഹിഡൻ ഡീറ്റെയിലിങ്ങും കാര്യമൊക്കെ ഉണ്ട്. അവിടെ ആയിട്ട് LCUവിൻ്റെ കുറേ റെഫറൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ നിൽക്കണില്ല, കാരണം കാണുന്നവർക്ക് ഭയങ്കര ബോറാവും. അത് ഈ പോസ്റ്ററാണ് നമ്മളൊരു പേടി പിടിച്ച് വെട്ടി വിടാതിരുന്നാൽ മതിയായിരുന്നു. അടുത്തതായിട്ട് ഇനി പറയാനുള്ളത് ഫഹദ് ഫാസിൽ വടിവേലു നായകന്മാരായി അഭിനയിക്കണ സുധീർ ശങ്കറിൻ്റെ സംവിധാനത്തിൽ സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ വരുന്ന മാരീസൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയിട്ടാട്ടോ. സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. സംഭവം കണ്ടിട്ടൊരു ഫീൽ ഗുഡ് ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന് ടപ്പേജിൽ ട്രാക്ക് അങ്ങോട്ട് മാറ്റി. കുറച്ച് പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ എന്തൊക്കെയോ കോൺഫ്ലിക്റ്റ് പടത്തിലുണ്ട്. അത് സംഭവം കാണുമ്പോൾ തന്നെ അറിയാണ്ട്. അതിന് എങ്ങനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് മാത്രം നോക്കിയാൽ മതി. പണി അറിയണ ആൾ തന്നെയാണ് സുധീർ ശങ്കർ എന്നാണ് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ആരെങ്കിലും ഇത് അഭിനയിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല. വടിവേലു, ഫഹദ് ഫാസിൽ രണ്ടും ലെജൻസാണ്. രണ്ടാളും കോമഡി ആണെങ്കിലും ശരി, സീരിയസ് ആണെങ്കിലും ശരി, സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും ശരി, വേറെ ലെവലായിട്ട് കൈകാര്യം ചെയ്യും. ഇത് ശരിക്കും മലയാളത്തിലെടുക്കാൻ വെച്ച സിനിമ എത്ര. ഇവിടെ പിന്നീട് എന്തൊക്കെയോ പ്രശ്നം കാരണം ഇത് നീണ്ടു പോയിട്ട് അവസാനം ഇത് തമിഴിലെടുത്തതാണ് ഈ സിനിമ. ഇപ്പോൾ മലയാളത്തിൽ ആരാണ് അഭിനയിക്കാൻ, ജയറാം ആലോറ്റയാണെന്നാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷേ ജയറാമിന് പിന്നീട് എന്തൊക്കെ ഈ ഡേറ്റ് ഇഷ്യൂ കാര്യമൊക്കെ ആയിട്ട് കുറേ നീണ്ടപ്പോൾ വടിവേലുവിനെ വെച്ച് തമിഴിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ വരികയാണ്. എന്തായാലും നമുക്ക് കണ്ടോക്കാം. പടം എന്തായാലും നന്നാവും തന്നെയാണ് തോന്നുന്നത്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണാലും പരിഗണിക്കുക.